ആറ്റം. നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്, ആറ്റങ്ങൾ അടുക്കി വെച്ചാണ്. ആരാണ് ഇതാദ്യമായി കണ്ടെത്തിയത്? ആറ്റങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? ഒരു സുപ്രഭാതത്തിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ വളരെ മികച്ച ഒരു മൈക്രോസ്കോപ്പ് കിട്ടി. അതിനുശേഷം അദ്ദേഹം ഇവിടെ കാണുന്ന ഓരോ വസ്തുക്കളും ആ മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ പരിശോധിച്ചു. അത് പരമാവധി സൂം ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് ആറ്റത്തെ കാണാൻ സാധിച്ചു. ഒരു ചെറിയ ആറ്റം, അതിൻ്റെ ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് കറങ്ങി നടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധ്യമായി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് ആറ്റത്തെക്കുറിച്ച് കേട്ടപ്പോൾ ചിന്തിച്ചു കൂട്ടിയത്. ഇങ്ങനെ ആയിരിക്കാം ഒരാൾ ആറ്റത്തെ കണ്ടെത്തിയതെന്ന്. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല. ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാസ്ത്രം ഇത്രയധികം വളർന്ന് മുന്നിലേക്ക് പോയിട്ടും ഇതുവരെ ആയിട്ടും ഒരു ഇലക്ട്രോണിനെ മൈക്രോസ്കോപ്പിലൂടെ നേരിട്ട് കാണാൻ നമുക്ക് സാധ്യമായിട്ടില്ല. ഇലക്ട്രോൺ ക്ലൗഡുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് വീഡിയോ തന്നെ ഞാൻ ഈ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഇലക്ട്രോണിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമായിട്ടില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആറ്റം കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, കാണാൻ സാധിക്കുന്ന റെഗുലറായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എങ്ങനെയാണ് ഗവേഷകർ കണ്ടെത്തിയത്? അത് ഒരൊറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്ന ഒരു ഉത്തരമല്ല. ഒരുപാട് വർഷങ്ങൾ കൊണ്ട്, നിരവധി ഗവേഷകരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കണ്ടെത്തിയതാണ്. അവിടെ ഒരു വലിയ യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. ആറ്റമിസ്റ്റുകളും നോൺ ആറ്റമിസ്റ്റുകളും തമ്മിലുള്ള യുദ്ധം. ആദ്യഘട്ടങ്ങളിലൊക്കെ വിജയിക്കുന്നത് നോൺ ആറ്റമിസ്റ്റുകളാണ്. അതായത് ആറ്റം കൊണ്ടല്ല പദാർത്ഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് വാദിച്ചിട്ടുള്ള ഗവേഷകർ, അവരാണ് നോൺ ആറ്റോമിസ്റ്റുകൾ. അവരായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ വിജയിച്ചു നിന്നത്. അതേസമയം ആറ്റമിസ്റ്റായിട്ടുള്ള ഗവേഷകർ അവർ വളരെയധികം പിന്നിലായിരുന്നു. ശാസ്ത്രമൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല, ആ കാലഘട്ടങ്ങളിൽ ശാസ്ത്രമില്ല. പക്ഷേ ലോകം അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ കണ്ടെത്തലുകൾ കത്തിച്ച് കളയണമെന്ന് പോലും ഗവേഷകർ, മറ്റ് ഫിലോസഫേഴ്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു യുദ്ധത്തിലൂടെ തന്നെ കടന്നു പോകാം. നാൾ വഴിയിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ആറ്റം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ തന്നെയും സൃഷ്ടിച്ചതെന്ന് ഗവേഷകർ മനസ്സിലാക്കിയതെന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശാസ്ത്ര പുസ്തകം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ആറ്റവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പേര്, അത് അരിസ്റ്റോട്ടലിൻ്റെ പേരാണ്. അരിസ്റ്റോട്ടിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാഴ്ച എന്തായിരിക്കും? നിങ്ങൾ ചിന്തിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ്, ഒരു മാത്തമെറ്റീഷ്യൻ എന്നൊക്കെ ആയിരിക്കും, ഫിലോസഫർ എന്നും ഒക്കെ നമ്മൾ ചിന്തിക്കും. അതെ, അദ്ദേഹം മികച്ച ഒരു ഫിലോസഫർ തന്നെയാണ്, ലോകം കണ്ട ഏറ്റവും മികച്ച ഫിലോസഫറാണ്. മാത്തമെറ്റിക്സിൽ, പ്രത്യേകിച്ചും ലോജിക്സിൽ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രത്തിൽ അദ്ദേഹം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശക്തമായിട്ട് വിയോജിക്കേണ്ടി വരും. ശാസ്ത്രത്തിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ശാസ്ത്രത്തെ വലിയ രീതിയിൽ തന്നെ പിന്നിലേക്ക് വലിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എന്നെക്കുറിച്ച് ഇപ്പോൾ വളരെ മോശമായിട്ട് നിങ്ങൾ കമൻറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുമുണ്ടാകും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അരിസ്റ്റോട്ടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്? ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങൾ പറയുന്നത് തന്നെ ഒരു വലിയ നേട്ടമല്ലേ എന്നൊക്കെയായിരിക്കും നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് കമൻറ്റ് ചെയ്യാനായിട്ട് വരട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ മാത്രം. ആ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അരിസ്റ്റോട്ടിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന പദാർത്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ കാണുന്നതൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് 5 വസ്തുക്കൾ കൊണ്ടാണെന്നാണ്. ഒന്ന് വായു, മറ്റൊന്ന് ജലം, അഗ്നി, ഭൂമി, ഏറ്റവും അവസാനമായി ഈതർ. ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഈതറാണ്. ശാസ്ത്രത്തെ ഏറ്റവും പിന്നിലേക്ക് വലിച്ചത് ഈതറാണ്. ഈതറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷകർ പല കാലഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഗവേഷകർ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത്രയധികം വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ അവർ കണ്ടെത്തിയത് ഈതർ എന്നൊന്നില്ല എന്നാണ്. അപ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അരിസ്റ്റോട്ടലിൻ്റെ ഈ കാര്യങ്ങളാണ്. എന്തിനാണ് ഇത് നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ
ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയുകയില്ല. പക്ഷേ ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ആറ്റത്തിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുക, അത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ, അന്ന് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയെങ്കിലും ചെയ്തല്ലോ, ഈ പദാർത്ഥങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ചിന്തിച്ചു, അതുതന്നെ ഒരു വലിയ കാര്യമാണെന്നായിരിക്കും നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു ഗവേഷകൻ്റെ അല്ലെങ്കിൽ ഒരു ഫിലോസഫറിൻ്റെ പേര് കൂടി പറയേണ്ടി വരും. അരിസ്റ്റോട്ടിൽ ജനിച്ചത് 384 BC അതിനും ഏതാണ്ട് ഒരു 80 വർഷം മുൻപ് 464 BC ജനിച്ചിരുന്ന ഒരു ഫിലോസഫറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡെമോക്രൈറ്റസ് എന്നാണ്. ഡെമോക്രൈറ്റസ് പറഞ്ഞത്, ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണെന്നാണ്. ആറ്റം എന്ന ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചു. അന്ന് ആ ആറ്റത്തിൻ്റെ അർത്ഥം ഇൻഡിവിസിബിൾ എന്നാണ്. അതായത് നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്ത എന്തോ ഒന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. മാത്രമല്ല, ഈ ആറ്റത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പദാർത്ഥമല്ല, വലിയ രീതിയിലുള്ള ശൂന്യതയാണെന്നാണ്. ഇപ്പോൾ ശാസ്ത്രം ഇത്രയും വളർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ ഡെമോക്രൈറ്റിസ് ഒരു അത്ഭുത മനുഷ്യനായിട്ട് തോന്നും. കാരണം ഒട്ടും തന്നെ ശാസ്ത്രം വളർന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ, അരിസ്റ്റോട്ടലിന് മുൻപുള്ള കാലഘട്ടത്തിൽ പറഞ്ഞത് എത്രമാത്രം കൃത്യമായിരുന്നു. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ അല്ല എന്ന് നമുക്കിപ്പോൾ അറിയാം. അതിനെ നമുക്ക് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് ശരികളുണ്ടല്ലോ, പ്രത്യേകിച്ചും അരിസ്റ്റോട്ടിൽ പറഞ്ഞതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ. പക്ഷേ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അരിസ്റ്റോട്ടിൽ കഴിഞ്ഞാൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിലോസഫർ അദ്ദേഹം പ്ലേറ്റോയാണ്. പ്ലേറ്റോ പറഞ്ഞത് ഈ ഡെമോക്രൈറ്റസിൻ്റെ സകല കണ്ടെത്തലുകളും എനിക്ക് കത്തിച്ച് കളയണമെന്നാണ്. കാരണം അതെല്ലാം ശുദ്ധ വിഡ്ഢിത്തമാണെന്നാണ്. ആറ്റത്തെക്കുറിച്ചുള്ള ഡെമോക്രൈറ്റസിൻ്റെ പരാമർശം ആർക്കും തന്നെ സ്വീകാര്യമായിരുന്നില്ല. എല്ലാവരും സ്വീകരിച്ചത് അരിസ്റ്റോട്ടലിൻ്റെ ചിന്താഗതിയാണ്. അരിസ്റ്റോട്ടലിനെ ഇപ്പോഴും വലിയൊരു സയൻറ്റിസ്റ്റായിട്ട് തന്നെ കാണുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തെ ഒരു മാത്തമെറ്റീഷ്യനായിട്ട് കാണാം, അദ്ദേഹത്തെ ഒരു ഫിലോസഫറായിട്ട് കാണാം, പക്ഷേ സയൻറ്റിസ്റ്റായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. അതിൻ്റെ ചില കാരണങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ആറ്റത്തിൻ്റെ കണ്ടെത്തലിലേക്ക് മടങ്ങി വരാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ഒരു ആട്, ആ ആട് പ്രസവിക്കുന്ന കുഞ്ഞ് അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപാണ്. ഓക്കെ, അത് ശാസ്ത്രീയമല്ല എന്ന് നമുക്കറിയാം, എങ്കിൽ പോലും അത് ചില ലോജിക്കുകളും ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ആ കാലഘട്ടത്തിലുള്ള ആളുകളല്ലേ, അപ്പോൾ ജനിക്കുന്ന ആ സമയത്ത് ആണോ പെണ്ണോ ആയി മാറുന്നു. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ സമയത്ത് അവിടേക്ക് വരുന്ന കാറ്റ്, ആ കാറ്റിൻ്റെ ദിശയനുസരിച്ചായിരിക്കും ആ കുട്ടി ആണാകുന്നതും പെണ്ണാകുന്നതും. ഒരു പ്രത്യേക ഡയറക്ഷനിൽ നിന്ന് കാറ്റടിക്കുകയാണെങ്കിൽ ആ കുട്ടി ആണാകും, വേറൊരു ദിശയിലൂടെയാണ് കാറ്റടിക്കുന്നതെങ്കിൽ ആ കുട്ടി പെണ്ണാകും. നിങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കാൻ വരട്ടെ, അതിനേക്കാൾ ഞെട്ടിക്കുന്ന വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യ സ്ത്രീ, ആ സ്ത്രീ പ്രസവിക്കുന്നതിന് മുൻപ് ചൂട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കും. ഇനിയിപ്പോൾ കഴിക്കുന്നത് തണുത്ത ഭക്ഷണമാണെങ്കിൽ ജനിക്കുന്നത് പെൺകുട്ടിയായിരിക്കും. എത്രമാത്രം മണ്ടത്തരമാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇത് വർഷങ്ങളോളം ആളുകൾ പിന്തുടർന്നു പോയി എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം. ഇതിനും ഉപരിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വായിൽ അടങ്ങിയിരിക്കുന്ന പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ളത്, പെണ്ണുങ്ങൾക്ക് പല്ലുകളുടെ എണ്ണം കുറവാണ്. അത് തെറ്റാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരേ അളവിലുള്ള പല്ലുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ എണ്ണം പല്ലുകളാണ് ഉള്ളത്. അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ സംഭവിക്കാം. അത് ആ വ്യക്തിയുടെ കയ്യിലിരിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അല്ലാതെ ജനിക്കുന്ന ആ അവസ്ഥ അല്ലെങ്കിൽ ആ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അദ്ദേഹം ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ വായിലെ പല്ലിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെയാണ് അവർ ഇൻഫീരിയറായി പോയത്. അതായത് ആണുങ്ങളോട് നേരിട്ട് മത്സരിക്കാനുള്ള ശേഷി പെണ്ണുങ്ങൾക്കില്ല. ചില കാര്യങ്ങളിൽ അത് ശരിയാണ്. ഉദാഹരണത്തിന് ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആണുങ്ങളോടൊപ്പം ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുകയില്ല. പക്ഷേ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതിൽ ഒരു പെണ്ണ് ആണിനേക്കാൾ പിന്നിലാണെന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏതാണ്ട് ഒരേപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില പെണ്ണുങ്ങൾ ബുദ്ധിപരമായിട്ട് കുറേ കൂടെ മികച്ചു നിൽക്കും, ചില പെണ്ണുങ്ങൾ അതിൽ അല്പം താഴെ ആയിരിക്കും. ഇതേ കാര്യം ആണുങ്ങൾക്കും ബാധകമാണ്.
ഇതിനു പുറമെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊന്നും ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ അരിസ്റ്റോട്ടലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയിൽ ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചത്. അരിസ്റ്റോട്ടലിനെ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അരിസ്റ്റോട്ടലിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിഭിന്നമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കാനോ അവരുടെ പുസ്തകങ്ങൾ കത്തിച്ച് കളയാനോ ലോകം മുന്നിട്ട് ഇറങ്ങുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡെമോക്രൈറ്റസിനെ ആരും ശ്രദ്ധിക്കാതെയായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത അവിടെ കുറേ അധികം വർഷങ്ങളോളം ആരും തൊടാതെ അവശേഷിച്ച് കിടന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജിയോനാർഡോ ബ്രൂണോ എന്ന് പറയുന്ന ഇറ്റലിക്കാരനായ ഒരു ഗവേഷകൻ, ആ ഗവേഷകൻ ഡെമോക്രൈറ്റസിൻ്റെ ആ ചിന്ത വീണ്ടും പൊടിതട്ടിയെടുത്തു. 16-ാം നൂറ്റാണ്ടിലാണ് ജിയോനാർഡോ ബ്രൂണോ ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഒരു ഗവേഷകനായിരുന്നു. ആ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പല ആശയങ്ങളും അത്ഭുതപ്പെടുത്തുന്ന ആശയങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഗവേഷകർ മിക്ക ആളുകളും കരുതിയിരുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ജിയോസെൻട്രിക് ആണെന്നാണ്. അതായത് ഭൂമി നടുവിൽ നിൽക്കുന്നു, ബാക്കിയുള്ള സകലതും ഭൂമിയെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ഗവേഷകർ ചിന്തിച്ചിരുന്നത് ഈ പ്രപഞ്ചം ഹീലിയോസെൻട്രിക് ആണെന്നാണ്. അതായത് സൂര്യനാണ് നടുവിൽ നിൽക്കുന്നത്, സൂര്യനെ ചുറ്റുമാണ് നമ്മുടെ ഭൂമി കറങ്ങുന്നത്, അതുപോലെ ബാക്കിയുള്ളതെല്ലാം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു ചെറിയ വിഭാഗം ഗവേഷകർ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. എന്നാൽ ജിയോനാർഡോ ബ്രൂണോ ഇത് രണ്ടിനും എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൻ്റെ മധ്യഭാഗത്തല്ല ഭൂമിയുള്ളത്, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ മധ്യഭാഗത്തല്ല സൂര്യനുമുള്ളത്. പ്രപഞ്ചത്തിന് അങ്ങനൊരു മധ്യഭാഗമില്ല. പ്രപഞ്ചത്തിന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വലിപ്പമില്ല. അത് ഇൻഫൈനൈറ്റ് ആണ്. നമുക്ക് എത്രമാത്രം വലിപ്പമുണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു മധ്യഭാഗമില്ല. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ചിന്തയല്ലേ? തീരുന്നില്ല. ഇതും കടന്ന് അദ്ദേഹം മുന്നിലേക്ക് പോകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ വളരെ ചെറുതാണ്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമല്ല. സൂര്യൻ വളരെ ഭീകരമായിട്ടുള്ള വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. പക്ഷേ ജിയോനാർഡോ ബ്രൂണോ അതിനും എതിര് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അങ്ങ് അകലെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളാണ്. അതിൽ ചിലതൊക്കെ സൂര്യനേക്കാൾ വളരെ വലുതാണ്. പക്ഷേ അവയെ നമുക്ക് ഒരു ചെറിയ ബിന്ദുവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം അത് നമ്മളെക്കാൾ വളരെയധികം അകലെ ആയതുകൊണ്ട് മാത്രമാണ്. ഇതിനും ഉപരിയായി നമ്മുടെ ഭൂമി ഈ സൂര്യന് ചുറ്റും കറങ്ങുന്നത് പോലെ അങ്ങ് അകലെയുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന മറ്റ് ഗ്രഹങ്ങളുണ്ട്. അവിടെ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഭൂമിയിലുള്ളതുപോലുള്ള ജീവജാലങ്ങൾ അവിടെയും ഉണ്ടായിരിക്കാം. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുൻപിൽ കാഴ്ചവെച്ച ആ സയൻറ്റിസ്റ്റിന് എന്തായിരിക്കും ലോകം കൊടുത്തത്? അദ്ദേഹത്തിന് വലിയ വലിയ പുരസ്കാരങ്ങൾ കൊടുത്തോ? നൊബേൽ പുരസ്കാരം വന്നില്ല, പക്ഷേ അതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തോ? അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുത്തിയോ? അദ്ദേഹത്തെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റായിട്ട് ലോകം ചൂണ്ടിക്കാണിച്ചോ? ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കാത്തലിക് ചർച്ച് പച്ചയ്ക്ക് ജീവനോടെ കത്തിച്ചു കൊന്നു. അതിൻ്റെ കാരണം അദ്ദേഹം ഈ പറഞ്ഞ സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ പറയാൻ പാടില്ല. അരിസ്റ്റോട്ടലിൻ്റെ തിയറിയെ ഒരു കാരണവശാലും തെറ്റായിട്ട് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് ചർച്ച് അംഗീകരിച്ച തിയറിയാണ്. ജിയോനാർഡോ ബ്രൂണോയെക്കുറിച്ച് ഇവിടെ പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹവും ഈ ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 3 വ്യത്യസ്തമായിട്ടുള്ള മൊണാഡ്സ് കൊണ്ടാണെന്നാണ്. അതിൽ ഒരു മൊണാഡ് ഗോഡ്സ് ആണ്, രണ്ടാമത്തത് സൗൾസ് ആണ്, മൂന്നാമത്തത് ആറ്റംസ് ആണ്. ദൈവം എന്ന സങ്കല്പം വലിയ ശക്തിയിൽ ആ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം തന്നെ. ദൈവം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. സൗൾസ് അല്ലെങ്കിൽ ആത്മാക്കൾ എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം എന്ന് പറയുന്ന ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ്. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് ആറ്റംസ് ആണ്. അതിലെ ഗോഡും സൗളും നമുക്ക് ഒഴിവാക്കാം. ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമല്ലേ? പക്ഷേ അതാരും ചെവിക്കൊണ്ടില്ല. ബ്രൂണോയ്ക്ക് ശേഷമുള്ള കാലഘട്ടം 17-ാം നൂറ്റാണ്ട്, അത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടമാണ്. കാരണം പ്രധാനപ്പെട്ട 2 ഗവേഷകരാണ്. ഒന്ന് ഗലീലിയോ, മറ്റൊന്ന് ഐസക് ന്യൂട്ടൻ.
ഈ രണ്ട് കൂട്ടരും ആറ്റത്തിനോട് സാമ്യമുള്ള ഒരു കോൺസെപ്റ്റിലാണ് വിശ്വസിച്ചിരുന്നത്. അത് കോർപ്പസ്ക്യൂൾസ് ആണ്. ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോർപ്പസ്ക്യൂൾസ് കൊണ്ടാണെന്നാണ് ഇവർ ചിന്തിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ടിൽ തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. 1624 ഓഗസ്റ്റ് മാസം 23-ാം തീയതി എറ്റിനെ ഡി ക്ലേവും 2 സഹഗവേഷകരും ഒരു പോസ്റ്റർ പതിക്കുകയുണ്ടായി തെരുവുകളിൽ. ആ പോസ്റ്റർ അനുസരിച്ച് അടുത്ത 2 ദിവസങ്ങളിൽ അവരുടെ തീസിസ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകളായി ഈ തെരുവുകൾ പ്രത്യക്ഷപ്പെടും. ആ തീസിസ് ഈ പ്രപഞ്ചവുമായി അല്ലെങ്കിൽ ഈ ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ലോകം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവർ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള 2 ദിവസങ്ങളിൽ നിരവധി പോസ്റ്ററുകൾ ആ തെരുവുകളിൽ സ്ഥാനം പിടിച്ചു. ആ പോസ്റ്ററുകൾ പരാമർശിക്കുന്നത് അവരുടെ തിയറിയാണ്. ആ തിയറി അനുസരിച്ച് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ചർച്ച അവിടെ ഇടപെട്ടു. അവർ 3 പേരെയും ശിക്ഷിക്കുകയുണ്ടായി. യൂണിവേഴ്സിറ്റി അവരുടെ പ്രബന്ധങ്ങളും അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ കത്തിച്ചു കളഞ്ഞു. അതിനുപരിയായി ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല പുസ്തകങ്ങളും കത്തിക്കാനുള്ള ഓർഡറും അവർ കൊടുത്തു. അങ്ങനെ നിരവധി പുസ്തകങ്ങളാണ് ഈ ഘട്ടത്തിൽ കത്തിച്ചു കളയുന്നത്. തൊട്ടടുത്ത നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് 1775 ആന്റോനൈൻ ലൗറൻ ലവോയിസർ എന്ന ഗവേഷകൻ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അതിൻ്റെ റിസൾട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ആ റിസൾട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രശസ്തനായിട്ടുള്ള ഫിലോസഫറിൻ്റെ ഒരു വാചകം നമുക്ക് ഒന്ന് കോട്ട് ചെയ്യാം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നത്തിങ് ഈസ് ബോൺ ഓർ ഡൈ ബട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫോം. ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല, ഒന്നും ഇവിടെ നിന്നും ഇല്ലാതെയാകുന്നില്ല, എന്നാൽ ഒന്ന് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. ഈ ഒരു കോട്ടിന് ലവോയിസറിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട് വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ഇപ്രകാരമായിരുന്നു. ആദ്യം അദ്ദേഹം ഒരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ അദ്ദേഹം മെർക്കുറി നിറച്ചു. അതിനുശേഷം അത് ഭംഗിയായി അടച്ചു വെച്ചു, കൃത്യമായിട്ട് സീൽ ചെയ്ത് വെച്ചു. ആ കണ്ടെയ്നറിൻ്റെ ഭാരം എത്രയാണെന്ന് അദ്ദേഹം മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെർക്കുറി അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ ഭാരവും അദ്ദേഹം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തു. അതിനുശേഷം ആ മെർക്കുറിയെ അദ്ദേഹം കത്തിക്കുകയാണ്. കത്തിക്കുമ്പോൾ ആ മെർക്കുറി ആ സീൽഡ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് കത്തും. കത്തി അത് റെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ മെർക്കൂറിക് ഓക്സൈഡായിട്ട് മാറും. അതിനുശേഷം അദ്ദേഹം വീണ്ടും ആ കണ്ടെയ്നറിൻ്റെ ഭാരം ഒന്ന് പരിശോധിച്ചു. കണ്ടെയ്നറിൻ്റെ ഭാരം ഒട്ടും തന്നെ മാറിയിട്ടില്ല. അദ്ദേഹം ഒരു തിയറി പ്രപ്പോസ് ചെയ്യുകയാണ്, കൺസർവേഷൻ ഓഫ് മാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി. അതായത് ഒരു പദാർത്ഥം ഒരു കെമിക്കൽ റിയാക്ഷന് വിധേയമായി കഴിഞ്ഞാൽ വേറെ പദാർത്ഥങ്ങളായിട്ടത് മാറും. പക്ഷേ മാസിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പിണ്ഡത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഒരു മാറ്ററും അധികമായിട്ട് ഉണ്ടായി വരുന്നില്ല. ഓൾറെഡി ഉള്ള മാറ്റർ മറ്റൊരു മാറ്ററായിട്ട് മാറുന്നു. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് വി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. കേൾക്കുമ്പോൾ ഒരു കവിത പോലെ തോന്നിക്കും. എന്നാൽ ഇത് വെറും കവിത മാത്രമല്ല, ഇത് ശാസ്ത്രമാണ്. ഈ കണ്ടെത്തൽ കാരണം അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന പേരിലാണ്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ലവോയിസറിന് ശേഷമാണ് ജോൺ ഡാൾട്ടൻ്റെ വരവ്. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയായിരുന്നു. ഞാൻ ഈ ലോകത്തെ കാണുന്നത് പോലെയല്ല മറ്റു മനുഷ്യർ ഈ ലോകത്തെ കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാ നിറങ്ങളും കാണാൻ സാധിക്കുമായിരുന്നില്ല. മറ്റുള്ളവർ കാണുന്ന നിറങ്ങൾ അദ്ദേഹം വേറെ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ നിറത്തിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇത് അദ്ദേഹം മനസ്സിലാക്കുക മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര പ്രബന്ധം അദ്ദേഹം രചിക്കപ്പെട്ടു. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കളർ കാണുന്നതിനെ ഡാൾട്ടണിസം എന്ന പേരിൽ ലോകം പിന്നീട് വിളിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം ഇതിനുമുപരിയായിട്ട് ആറ്റവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി മുന്നോട്ട് വെച്ചു. ആറ്റോമിക് തിയറി തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചു.
അതിന് അദ്ദേഹം സ്വീകരിച്ചത് ലവോയിസറിൻ്റെ തിയറി ആയിരുന്നു. ലവോയിസറിൻ്റെ ആ എക്സ്പെരിമെൻ്റ് തന്നെ അദ്ദേഹം എടുത്തു. അതിനോട് വളരെയധികം ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് തോന്നി. അവിടെ മെർക്കുറി കത്തുന്നുണ്ട്. പിന്നീടുണ്ടായത് റെഡോക്സൈഡാണ്. അതായത് മെർക്കുറിയിൽ അടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങൾ പ്രത്യേക രീതിയിൽ കൂടിച്ചേർന്നാണ് ഈ റെഡോക്സൈഡ് അല്ലെങ്കിൽ മെർക്കുറിക് ഓക്സൈഡ് ഉണ്ടായത്. മെർക്കുറിയും ഓക്സിജനും കൂടിച്ചേർന്ന് പ്രത്യേക രീതിയിൽ, അതായത് മെർക്കുറിക്കകത്ത് എന്തൊക്കെയോ ഉണ്ട്, ഓക്സിജൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്, അത് കൂടിച്ചേർന്ന് മറ്റെന്തോ ഒന്നായി. അപ്പോൾ അതിൻ്റെ എല്ലാം ഉള്ളിലുള്ളത് ഒരേ രീതിയിലുള്ള വസ്തുവായിരിക്കും. അത് പ്രത്യേക കോമ്പിനേഷനിൽ കൂടിച്ചേരുമ്പോൾ മറ്റൊരു വസ്തുവായിട്ട് മാറുന്നു. അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് ആറ്റം. മെർക്കുറിയിൽ പ്രത്യേക രീതിയിലുള്ള ആറ്റമുണ്ട്, ഓക്സിജനിൽ പ്രത്യേക രീതിയിലുള്ള ആറ്റമുണ്ട്. അത് രണ്ടും കൂടെ ചേർന്ന് കത്തുമ്പോൾ, ഓക്സിജൻ്റെ സഹായത്താൽ ആ മെർക്കുറി കത്തുമ്പോൾ ആ ആറ്റത്തിൻ്റെ പ്രത്യേക രീതിയിൽ മാറ്റമുണ്ടായി. അത് മെർക്കുറിക് ഓക്സൈഡായിട്ട് മാറി. സത്യമല്ലേ? നമ്മൾ ഇന്നും കെമിസ്ട്രിയിൽ പഠിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. ആ കാര്യം ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റമിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാൻ കാരണമായത് ഈ ഒരു തിയറി കൂടിയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ബഹുഭൂരിപക്ഷം ആളുകളും സ്വീകരിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ആ 5 പദാർത്ഥങ്ങളുടെ സിദ്ധാന്തമായിരുന്നു. ലവോയിസറിൻ്റെ ആ എക്സ്പെരിമെൻ്റ് ഒരു യൂണിവേഴ്സൽ തിയറിയാക്കി തന്നെ ജോൺ ഡാൾട്ടൺ പൊളിച്ചെഴുതുകയാണ്. ആ മെർക്കുറിയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റം തന്നെ പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്തതാണ് ഒരു തടിയായിട്ട് മാറിയിരിക്കുന്നത്. അതുതന്നെയാണ് ഒരു മെറ്റലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിലും അതുതന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായി മറ്റൊരു സംഭാവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രോഡക്റ്റുകൾ, ഉദാഹരണത്തിന് ഇലക്ട്രോളിസിസിലൂടെ ജലത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചെടുക്കുന്നു. ഇങ്ങനെ വേർതിരിച്ചുണ്ടാകുന്ന ഹൈഡ്രജൻ അര ഹൈഡ്രജനോ 3/4 ഹൈഡ്രജനോ അല്ലെങ്കിൽ 5.25 ഹൈഡ്രജനോ 10.25 ഹൈഡ്രജനോ ആയിരിക്കുകയില്ല. ഓക്സിജനും അങ്ങനെ ആയിരിക്കുകയില്ല. അതിൻ്റെ മുൻപിൽ ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ അത് 0 മുതൽ തുടങ്ങുന്ന നമ്പറാണ്. 0, 1, 2, 3 എന്ന രീതിയിൽ പോകുന്ന നമ്പേഴ്സാണ്. അതിൽ 1.5, 1.25, 2.25, 2.25 ഒന്നുമില്ല. കൃത്യമായിട്ടുള്ള ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. ഇലക്ട്രോളിസിസിലൂടെ മാത്രമല്ല, ഏതൊരു റിയാക്ഷൻ നടന്നാലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ട് ഒരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും. അത് ഒന്നെങ്കിൽ ഒരു 10 ആയിരിക്കും, 15 ആയിരിക്കും, 20 ആയിരിക്കാം, 30 ആയിരിക്കാം. തീർച്ചയായിട്ടും 50.5 50.25 50.77 ഒന്നും ആയിരിക്കുകയില്ല. ജോൺ ഡാൾട്ടൻ്റെ സംഭാവന ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു വസ്തുവുമായിട്ട് വാതകങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഉദാഹരണത്തിന് നൈട്രജൻ ജലവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് പോലെയല്ല കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. നൈട്രജനും ജലവും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നൈട്രജൻ ഈ ജലത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയില്ല. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ജലത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. ആറ്റത്തിൻ്റെ ഭാരം മനസ്സിലാക്കാൻ ആദ്യമായി ശ്രമിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ ഭാരം നമ്മൾ മനസ്സിലാക്കുക? അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. നിലവിൽ ഗവേഷകർ ഉപയോഗിക്കുന്ന അതേ സൊല്യൂഷൻ തന്നെ. അദ്ദേഹം ഒരു റെഫറൻസ് എടുക്കുന്നുണ്ട്. റെഫറൻസായിട്ട് അദ്ദേഹം എടുക്കുന്നത് ഹൈഡ്രജനെയാണ്. ഹൈഡ്രജൻ്റെ മാസ് അദ്ദേഹം 1 ആയിട്ടെടുത്തു. എന്നിട്ട് ഈ ഹൈഡ്രജൻ്റെ മാസുമായിട്ട് താരതമ്യപ്പെടുത്തും. അതായത് ഒരേ വോള്യമുള്ള ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ എടുക്കും. അതുപോലെ സെയിം കണ്ടെയ്നർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു വാതകം എടുക്കും. ഈ ഹൈഡ്രജൻ എന്ന വാതകത്തേക്കാൾ എത്രമാത്രം ഭാരക്കൂടുതലാണ് ഈ രണ്ടാമത് എടുത്തിരിക്കുന്ന വാതകമെന്ന് നോക്കും. അതനുസരിച്ച് ഓരോ വാതകങ്ങളുടെയും ഭാരം അല്ലെങ്കിൽ അതിൻ്റെ മാസ് എത്രയാണെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കണക്ക് കൂട്ടലിൽ ഒരു തെറ്റുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. അദ്ദേഹമെന്നല്ല, അതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ചില ആറ്റങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു ആറ്റമായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആറ്റങ്ങളായിട്ടോ കൂടിച്ചേർന്നിട്ടാണ്. ഓക്സിജൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, 2 ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടെത്തിയ ഭാരത്തിൽ തെറ്റുകളുണ്ടായിരുന്നു. ജോൺ ഡാൾട്ടണിന് പറ്റിയ തെറ്റ് തിരുത്തുന്നത് പിന്നീട് വന്ന അവോഗാഡ്രോ എന്ന സയൻറ്റിസ്റ്റാണ്. 1811 ജോൺ ഡാൾട്ടൺ നടത്തിയതുപോലെ തന്നെ ഉള്ള ഒരു എക്സ്പെരിമെൻ്റാണ് അദ്ദേഹവും നടത്തുന്നത്. ഈ ഗവേഷകരൊക്കെ
പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ഗവേഷകരുടെ പഠനം കൂടി എടുക്കുന്നുണ്ട്. അതിനെ പലരും ശാസ്ത്രവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത സാധാരണക്കാർ പറയുന്നത് മോഷണമാണെന്നാണ്. ഇപ്പോൾ നമ്മളൊരു പാട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് മോഷണമാണ്. പക്ഷേ സയൻസിൽ അങ്ങനെയല്ല. സയൻസിൽ അങ്ങനെ എടുത്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പഴയ പഠനങ്ങൾ നമ്മൾ എടുക്കണം, അത് റെഫറൻസ് ആയിട്ട് പ്രത്യേകം വെക്കുകയും വേണം. ഇന്ന ആളുടെ കണ്ടെത്തലിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം എടുത്തതെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കാണിക്കണം. നിലവിലുള്ള ഗവേഷകരും മുൻപുണ്ടായിരുന്ന ഗവേഷകരും ഒക്കെ ശാസ്ത്ര പ്രബന്ധങ്ങൾ അങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രബന്ധം പബ്ലിഷ് ചെയ്തപ്പോഴും അതിൽ ഞാൻ റെഫറൻസുകൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ആ ഒരു വിഷയം, നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ ശരിയാണെന്ന് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുക കൂടിയാണ്. അപ്പോൾ ഇതിവിടെയും ഈ ജോൺ ഡാൾട്ടൻ്റെ പഠനം അവോഗാഡ്രോ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതേപോലെ തന്നെ കണ്ടെയ്നറുകൾ എടുത്തു. ആ കണ്ടെയ്നറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള വാതകങ്ങൾ, ഒരു കണ്ടെയ്നറിൽ അദ്ദേഹം ഹൈഡ്രജനാണ് എടുക്കുന്നതെങ്കിൽ മറ്റേതിൽ അദ്ദേഹം ഓക്സിജൻ എടുക്കുന്നു. അങ്ങനെ ഒരേ പ്രഷറിലും ഒരേ ടെമ്പറേച്ചറിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കണ്ടെയ്നറിൻ്റെ വോള്യം തുല്യമാണ്. പക്ഷേ അദ്ദേഹം നോക്കിയപ്പോൾ ഒന്നിൻ്റെ ഭാരം അല്പം കൂടുതലാണ് മറ്റൊന്നിനേക്കാൾ. ജോൺ ഡാൾട്ടനും ഇതേ കാര്യം തന്നെ ചെയ്തതാണ്. അതനുസരിച്ച് അദ്ദേഹം റിലേറ്റീവ് മാസ് എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഇവിടെ അവോഗാഡ്രോ മറ്റൊരു രീതിയിൽ കൂടി ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഒന്നിൻ്റെ ഭാരം മറ്റൊന്നിനേക്കാൾ കൂടാനുള്ള കാരണം? അദ്ദേഹം ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നു. കൂടുതൽ മാസുള്ള ആറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ആറ്റം ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, അതിനോട് പറ്റിപ്പിടിച്ച് അതേ രീതിയിൽ തന്നെയുള്ള മറ്റൊരു ആറ്റം കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഓക്സിജൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, ഓക്സിജൻ മറ്റൊരു ഓക്സിജനുമായിട്ട് ചേർന്ന് O2 ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ O എന്ന രൂപത്തിലല്ല സാധാരണഗതിയിൽ നിൽക്കുന്നത്. ഇത് ആറ്റത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു തെളിവല്ലേ? ഇത് ലോകമറിയുമ്പോൾ ഇത് 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ തിയറിയൊക്കെ അതേപടി സ്വീകരിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മാറിയത് ഒരു നോൺ ആറ്റോമിസ്റ്റിൻ്റെ കണ്ടെത്തലായിരുന്നു. വില്യം വൊളാട്സൺ എന്ന ഒരു ഗവേഷകനാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു മാസിൽ വ്യത്യാസമുണ്ടാകും, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. റിലേറ്റീവ് മാസ് വ്യത്യസ്തമാണ്. അതിൻ്റെ അർത്ഥം ആറ്റങ്ങൾ കൊണ്ടാണ് ഇവയൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നല്ല. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരേ രീതിയിലുള്ള വസ്തുക്കളല്ല. വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളായതുകൊണ്ടാണ് അതിൻ്റെ ഭാരത്തിൽ വ്യത്യാസം വരുന്നത്. ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ വില്യം വൊളാട്സൺ പറഞ്ഞത് ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണെങ്കിൽ ലവോയ്സറിൻ്റെ കണ്ടെത്തൽ തെറ്റാകണമല്ലോ. മെർക്കുറി ഓക്സിജനുമായിട്ട് ചേർന്ന് മെർക്കുറിക് ഓക്സൈഡായി മാറാൻ പാടില്ലായിരുന്നല്ലോ. കാരണം മെർക്കുറിക് ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്നത് വേറെന്തോ ഒരു പദാർത്ഥമാണ്. മെർക്കുറിക് ഓക്സൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മെർക്കുറിക് ഓക്സൈഡിൻ്റെ അടിസ്ഥാന വസ്തു കൊണ്ടാണ്. മെർക്കുറി ഉണ്ടാക്കിയിരിക്കുന്നത് മെർക്കുറിയുടെ അടിസ്ഥാന വസ്തു കൊണ്ടാണ്. അതുപോലെ ഓക്സിജൻ ഉണ്ടായിരിക്കുന്നത് ഓക്സിജൻ്റെ അടിസ്ഥാന വസ്തു കൊണ്ടാണ്. അതാണല്ലോ നോൺ ആറ്റമിസ്റ്റുകളുടെ ചിന്താഗതി. അങ്ങനെയാണെങ്കിൽ മെർക്കുറിയും ഓക്സിജനും ചേർന്ന് ഒരിക്കലും മെർക്കുറിക് ഓക്സൈഡ് ഉണ്ടാകാൻ പാടില്ല, വേറെന്തോ ചേർന്നിട്ടായിരിക്കണം മെർക്കുറിക് ഓക്സൈഡ് ഉണ്ടാകേണ്ടത്. വില്യം വൊളാട്സൺ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നിരവധി പഠനങ്ങൾ പിന്നെയും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഓക്സിജനെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തു. ഓക്സിജൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം 100 ആയിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അതുമായിട്ട് താരതമ്യപ്പെടുത്തി മറ്റുള്ള എലമെൻറ്റുകളുടെ മാസ് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ വില്യം വൊളാട്സനെ പോലെയുള്ള നോൺ ആറ്റമിസ്റ്റുകളെ മലർത്തിയടിക്കാൻ കെൽപ്പുള്ള ഒരാൾ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ദിമിത്രി മെൻഡലീവ് എന്നാണ്. നല്ല മനോഹരമായ താടിയുള്ള റഷ്യക്കാരനായ ഒരു പ്രഗത്ഭനായ സയൻറ്റിസ്റ്റ്. അദ്ദേഹം ജനിക്കുന്നത് 1834 സെർബിയയിലാണ്. അതിനുശേഷം 1849 അദ്ദേഹത്തിൻ്റെ പിതാവ് മരണമടഞ്ഞു. ആ പിതാവിൻ്റെ മരണം മെൻഡലീവിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് മാറുകയാണ്. പിതാവ് ആ സമയത്ത് മരിച്ചത് നല്ലത് തന്നെയായിരുന്നു. ഈ കാര്യം അന്ന് മെൻഡലീവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടി ഉറപ്പാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അത് ഉറപ്പിച്ച് പറയാം. അന്ന് ആ ഘട്ടത്തിൽ പിതാവ് മരണമടഞ്ഞില്ലായിരുന്നെങ്കിൽ സെർബിയയിൽ തന്നെ അദ്ദേഹം തുടർന്നു പോകുമായിരുന്നു. സെർബിയ എന്ന് പറയുന്നത് ആരും എത്തി നോക്കാത്ത, മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന, കാര്യമായിട്ട് വികസനം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. പിതാവിൻ്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തെയും സഹോദരന്മാരെയും സഹോദരിമാരെയുമായിട്ട്
സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ നഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ അമ്മയ്ക്ക് മകൻ്റെ ശാസ്ത്രത്തോടുള്ള താല്പര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് മകന് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസിൽ ഒരു അഡ്മിഷൻ നേടിക്കൊടുക്കുന്നത്. കെമിസ്ട്രിയാണ് അദ്ദേഹം പഠിക്കുന്നത്. കെമിസ്ട്രിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ 16 വയസ്സുകാരൻ കെമിസ്ട്രിയെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചെഴുതുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1863 അദ്ദേഹം ഒരു കെമിസ്ട്രി പ്രൊഫസറായി മാറുന്നു. ശേഷം ഒരു 6 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ കെമിസ്ട്രിയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തിയറി അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഓൺ ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ആറ്റോമിക് വെയ്റ്റ്സ് ഓഫ് ദ എലമെൻറ്റ്സ്. ആ തിയറി എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഒരല്പം ചരിത്രം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കണം. അത് അനിവാര്യമാണ്. 1817 ഒരു ജർമ്മൻ കെമിസ്റ്റായ ജോഹാൻ വൂൾഫ്ഗാങ് ഡോബറൈനർ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ആറ്റങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തു. അതിൻ്റെ ഒരേ പ്രോപ്പർട്ടി അനുസരിച്ചാണ് അറേഞ്ച് ചെയ്യുന്നത്. ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ള 3 എലമെൻറ്റുകളെ എടുത്തിട്ട് അദ്ദേഹം അതിൻ്റെ മാസ് വർദ്ധിക്കുന്നതനുസരിച്ച് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അതായത് ആദ്യം അദ്ദേഹം എടുത്തു വച്ചത് ഏറ്റവും മാസ് കുറഞ്ഞിട്ടുള്ള എലമെൻറ്റിനെയാണ്. അതിനുശേഷം മാസ് കൂടിയിട്ടുള്ള എലമെൻറ്റ്, അതിനേക്കാൾ മാസ് കൂടിയിട്ടുള്ള മൂന്നാമത്തെ എലമെൻറ്റിനെയും എടുത്തു വെച്ചു. ഈ 3 എലമെൻറ്റുകൾക്കും ഏതാണ്ട് ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസാണുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയത്. ആദ്യം വച്ചിരിക്കുന്ന എലമെൻറ്റിൻ്റെയും അവസാനം വച്ചിരിക്കുന്ന എലമെൻറ്റിൻ്റെയും ആവറേജ് എടുക്കുമ്പോൾ നടുക്കിരിക്കുന്ന എലമെൻറ്റിൻ്റെ മാസാണ് കിട്ടുന്നത്. അതായത് ആദ്യം ഇരിക്കുന്ന എലമെൻറ്റിൻ്റെ മാസിൻ്റെ കൂടെ ഒരു നിശ്ചിത നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മാസ് കിട്ടും. ആ രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മാസിൻ്റെ കൂടെ മുമ്പ് കൂട്ടിയ അതേ നിശ്ചിത നമ്പർ തന്നെ കൂട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടും. ഇതിനെ അദ്ദേഹം ട്രയാഡ് എന്ന പേര് കൊണ്ടാണ് വിശേഷിപ്പിച്ചത്. 1859 ഒരു ഫ്രഞ്ച് ഗവേഷകനായ ജീൻ ബാപ്റ്റിസ്റ്റ് അദ്ദേഹം കണ്ടെത്തിയത് ടെട്രാഡാണ്. ഈ 3 പകരം അദ്ദേഹം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ള 4 എലമെൻറ്റുകളെ ഇതേ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പീരിയോഡിസിറ്റിയാണ്. അതായത് പീരിയോഡിക്കലി എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആറ്റം യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ആ കണ്ടെത്തൽ. ഇതിന് ശേഷമുള്ള ഒരു കണ്ടെത്തലാണ് നോൺ ആറ്റോമിസ്റ്റുകളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചു ചേർക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആ അടിച്ചു ചേർത്തത് ഒരു ആണി തന്നെ ആയിരുന്നു. ആ ആണിയുടെ പേര് ടെലൂറിക് ഹെലിക്സ് എന്നാണ്. ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റായ അലക്സാൻഡ്രെ എമീലി ബുഹൂർ ഡി ചാൻ കോർട്ടോയിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം. എൻ്റെ ഫ്രഞ്ച് അല്പം വീക്കാണ്. ഞാൻ പറഞ്ഞ ആ പേരിൻ്റെ പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും ഒരു തകരാറ് കാണാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഫാക്റ്റാണ്. ടെലൂറിക് ഹെലിക്സ് സത്യമായ കാര്യമാണ്. എന്താണ് ടെലൂറിക് ഹെലിക്സ്? ഒരു സ്ക്രൂ നിങ്ങൾ എടുക്കുക. ആ സ്ക്രൂവിൻ്റെ ത്രെഡ് എങ്ങനെയാണ് പോകുന്നത്? ഒരു ഹെലിക്കൽ രീതിയിലല്ലേ, വളഞ്ഞ് ഒരു പിരിയൻ ഗോവണി പോലെ അത് വളഞ്ഞു വരികയാണ്. ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകളെ എടുത്ത് അതിൻ്റെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ വയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിരിയൻ ഗോവണിയിലൂടെ കടന്നു പോകുന്നത് രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് കൊണ്ടുവന്ന ചാൻ കോർട്ടോയിസിനെ ജനം എങ്ങനെയായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക? നമ്മുടെ നാട്ടിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയൊക്കെ കഴിഞ്ഞ് വിജയികൾ വെളിയിലേക്ക് വരുമ്പോൾ നിരവധി ആളുകൾ അവരുടെ സെൽഫി എടുക്കാനായിട്ട് വരും. അവർക്ക് നോട്ടുമാല അണിയിക്കും, അവർക്ക് ഹാരം അണിയിക്കും, അവരെ മുകളിലേക്ക് എടുത്ത് ഉയർത്തും, അവരോടൊപ്പം സെൽഫി എടുക്കും. അവരെവിടെ പോയാലും വലിയ ജനസാഗരം അവരെ ഫോളോ ചെയ്യുന്നതാണ്. ചാൻ കോർട്ടോയിസിനും അത്തരത്തിലുള്ള ഒരു സ്വീകാര്യതയാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ പറയണമെങ്കിൽ ഞാൻ ഒരു വിഡ്ഢിയായിരിക്കണം. ചാൻ കോർട്ടോയിസിനോട് പറഞ്ഞത് താൻ പോയി പണി നോക്കാനെന്നാണ്. കാരണം ചാൻ കോർട്ടോയിസ് ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? വല്ല ചെളിയെക്കുറിച്ചോ മണ്ണിനെക്കുറിച്ചോ കല്ലിനെക്കുറിച്ചോ പാറയെക്കുറിച്ചോ ഒക്കെ പഠിക്കേണ്ട സമയത്ത് നിങ്ങളിരുന്ന് കെമിസ്ട്രിയെക്കുറിച്ച് പഠിക്കുന്നോ? അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നോ? അദ്ദേഹത്തിൻ്റെ പ്രബന്ധം ആരും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയി. അങ്ങനെ തർപ്പിച്ച് പറയാൻ സാധിക്കുമോ? എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, എല്ലാ ഗവേഷകരും ഒരുപോലെയല്ല. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റാരുമല്ല, ജോൺ ന്യൂലാൻഡ്സ് എന്ന ഒരു ഇംഗ്ലീഷ്
കെമിസ്റ്റ് ആയിരുന്നു. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ചാൻ കോർട്ടോയിസ് ഒരു വെറും ജിയോളജിസ്റ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ജിയോ കെമിസ്റ്റ് കൂടിയായിരുന്നു. പക്ഷേ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ കാര്യമായിട്ട് ഗവനിച്ചില്ല. ഈ ജോൺ ന്യൂലാൻസ് അത് കാര്യമായിട്ട് തന്നെ എടുത്തു. അതിൻ്റെ നേട്ടം ജോൺ ന്യൂലാൻസിനുമുണ്ടായി, ശാസ്ത്ര ലോകത്തിനുമുണ്ടായി. അദ്ദേഹം ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. എലമെൻറ്റുകളെ അദ്ദേഹം ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ആദ്യം വരുന്നത് ഏറ്റവും കുറച്ച് മാസ്സുള്ള എലമെൻറ്റ്, അതിനുശേഷം അതിനേക്കാൾ മാസ് കൂടിയ എലമെൻറ്റ്, അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഓർഡറിൽ ഈ എലമെൻറ്റുകളെ അദ്ദേഹം എഴുതിയപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത്. ആദ്യം എഴുതിയിരിക്കുന്ന എലമെൻറ്റിനും എട്ടാമത് എഴുതിയിരിക്കുന്ന എലമെൻറ്റിനും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല, അതിനും താഴെയായിട്ട് വരുന്ന അടുത്ത എട്ടാമത്തെ എലമെൻറ്റിനും അതേ പ്രോപ്പർട്ടിയും. നമ്മൾ സപ്തസ്വരങ്ങളെന്ന് പറയത്തില്ലേ, 7 സ്വരങ്ങൾക്ക് ശേഷം വരുന്നത് ആദ്യത്തെ സ്വരം തന്നെയാണ്. അതുപോലെ ഒരു കോൺസെപ്റ്റാണ് ലോ ഓഫ് ഒക്ടേവ്സ്. പക്ഷേ ഈ ഒരു തിയറിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. എല്ലാ എലമെൻറ്റുകൾക്കും ഇത് ബാധകമല്ല. ഭാരക്കുറവുള്ള എലമെൻറ്റുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്. കാൽസ്യം വരെയുള്ള എലമെൻറ്റുകളിൽ ഇത് കൃത്യമാണ്, ബാക്കിയുള്ളിടത്ത് പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ലോ ഓഫ് ഒക്ടേവ്സിന് വലിയ പ്രാധാന്യം ആ ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല. പക്ഷേ ഇത് തള്ളിക്കളയാവുന്ന ഒരു കണ്ടെത്തലല്ല. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കണ്ടെത്തലും തള്ളിക്കളയാവുന്ന കണ്ടെത്തലല്ല. അതിനെ പിന്തുടർന്നു വന്ന മറ്റ് ഗവേഷകരാണ് അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കണ്ടെത്തലാക്കി മാറ്റുന്നത്. ചാൻ കോർട്ടോയിസിൻ്റെ വർക്ക് കണ്ട് പ്രചോദിതനായി വന്ന വ്യക്തിയാണ് ജോൺ ന്യൂലാൻസ്. ജോൺ ന്യൂലാൻസിൻ്റെ വർക്ക് കണ്ട് പ്രചോദിതനായി അതിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ തിരുത്തുകൾ കൂടി വരുത്തി വന്ന ആളാണ് ദിമിത്രി മെൻഡലീവ്. അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തെക്കുറിച്ചാണ് ഞാൻ കുറച്ചു മുമ്പ് പരാമർശിച്ചത്. മെൻഡലീവ് ആ പ്രബന്ധത്തിലൂടെ ചരിത്രത്തിൽ ആദ്യമായി പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നു. ഈ കാണുന്ന പീരിയോഡിക് ടേബിൾ അല്ല അദ്ദേഹം കൊണ്ടുവന്നത് അതിൻ്റെ ആദ്യ രൂപമായ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളാണ്. 1869 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണം, ആ കാലഘട്ടത്തിൽ ആറ്റോമിസ്റ്റുകൾക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ആറ്റങ്ങളിൽ, ആറ്റം കൊണ്ടാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. ഈ പീരിയോഡിക് ടേബിൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 63 എലമെൻറ്റുകളെ മാത്രമേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 63 എലമെൻറ്റുകളെ അദ്ദേഹം ഇപ്രകാരം പല കോളംസ് ആയിട്ട് തരംതിരിച്ചു. ഇതിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. എലമെൻറ്റുകളെ നമുക്ക് അതിൻ്റെ ആറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം, പല കോളംസ് ആയിട്ട് തരംതിരിക്കാം. അങ്ങനെ തരംതിരിച്ചിട്ടുള്ള ടേബിളാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ കോളത്തിലും വരുന്ന എലമെൻറ്റുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടി ഒരേ രീതിയിലുള്ളതാണ്. ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന്. എന്താണ് ഈ കെമിക്കൽ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനൊരു ഉദാഹരണം എടുക്കാം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം. ഒരു എലമെൻറ്റ് ഒരു മെറ്റലിനെ എത്രമാത്രം നശിപ്പിക്കുന്നുണ്ട്? പല എലമെൻറ്റുകൾ നമുക്ക് ഇട്ട് നോക്കാം. ഒരു മെറ്റൽ എടുക്കുക, ആ മെറ്റലിലേക്ക് നമ്മൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനെ ഓരോ എലമെൻറ്റുകളായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഓരോ എലമെൻറ്റുകളും എങ്ങനെയാണ് ആ മെറ്റലിനെ നശിപ്പിക്കുന്നത്? വളരെയധികം ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തുന്ന എലമെൻറ്റുകളുണ്ട്, വലിയ മാറ്റങ്ങൾ വരുത്തുന്ന എലമെൻറ്റുകളുണ്ട്. വലിയ മാറ്റങ്ങൾ ഒരേ രീതിയിൽ വരുത്തുന്ന എലമെൻറ്റുകൾക്കെല്ലാം അവിടെ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി അല്ലേ ഉള്ളത്? അതൊരു ഉദാഹരണം മാത്രമാണ്. എന്താണ് ഈ കെമിക്കൽ പ്രോപ്പർട്ടി, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത ഒരു ഉദാഹരണം. രണ്ടാമത്തെ പോയിന്റ്, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ള 3 എലമെൻറ്റുകളെ എടുത്താൽ അവയുടെ ആറ്റോമിക് വെയ്റ്റ് ഏതാണ്ട് അടുത്തടുത്തായിരിക്കും, അല്ലെങ്കിൽ അവയുടെ ആറ്റോമിക് വെയ്റ്റുകളുടെ ഡിഫറൻസ് തുല്യമായിരിക്കും. ഉദാഹരണത്തിന് അയൺ, കൊബാൾട്ട്, നിക്കൽ അവയുടെ ആറ്റോമിക് വെയ്റ്റ് 26, 27, 28 എന്നിങ്ങനെയാണ്. മറ്റൊരു ഉദാഹരണം പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അവയുടെ ആറ്റോമിക് വെയ്റ്റ് 19, 37, 55. ഇത് തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധമില്ലല്ലോ, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളല്ലേ. എന്നാൽ അവയുടെ ഡിഫറൻസ് ഒന്ന് നോക്കുക, ഡിഫറൻസ് 18 ആയിരിക്കും, കൃത്യം 18. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള എലമെൻറ്റുകളായിരിക്കും. അതായത് ആദ്യം അടുക്കി വച്ചിരിക്കുന്ന എലമെൻറ്റുകളായിരിക്കും. പിന്നിലേക്ക് പോകും തോറും
അവ നമുക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വളരെ വിരളമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു നിയമമുണ്ട്, ഒരു നാച്ചുറൽ ലോ ഉണ്ട്. അതെന്താണെന്ന് അറിയുകയില്ല. നമുക്ക് ഭാവിയിൽ കണ്ടുപിടിക്കാം. ഭാവിയിൽ ദമയത്രി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ഭാവി നമ്മുടെ ഈ ഒരു വർത്തമാനകാലമല്ലേ, ഇതൊരു ഭാവിയല്ലേ. ഈ ഭാവിയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ എലമെൻറ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എലമെൻറ്റുകൾ ഒക്കെ ഉണ്ടാകുന്നത് നക്ഷത്രത്തിൽ നിന്നാണ്. നക്ഷത്രത്തിൽ ഹീലിയം, ഹൈഡ്രജൻ തുടങ്ങിയ ഏറ്റവും കുറഞ്ഞ മാസുള്ള എലമെൻറ്റുകൾ ഉണ്ടാകുന്നു. ഒരു നക്ഷത്രത്തിൽ ഉണ്ടാകാൻ സാധിക്കുന്ന ഏറ്റവും ഭാരമേറിയിട്ടുള്ള എലമെൻറ്റ് അയണാണ്. അയണിനേക്കാൾ ഭാരമുള്ള ഒരു എലമെൻറ്റുകൾക്കും നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധിക്കുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്ര മേഖല തന്നെയുണ്ട്. സ്റ്റെല്ലാർ ന്യൂക്ലിയർ സിന്തസിസ് എന്നാണ് ആ മേഖല അറിയപ്പെടുന്നത്. ബാക്കിയുള്ള എലമെൻറ്റുകൾ ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളുടെ ഒടുക്കത്തിലാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതൊരു വലിയ സൂപ്പർനോവയായിട്ട് മാറുമ്പോഴാണ് അവശേഷിക്കുന്ന എലമെൻറ്റുകൾ ഉണ്ടാകുന്നത്. ആദ്യം ഉണ്ടാകുന്ന എലമെൻറ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കാരണം ആ എലമെൻറ്റുകളാണ് പിന്നീട് മറ്റ് എലമെൻറ്റുകൾക്ക് കാരണമായി മാറുന്നത്. ആദ്യം ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഹീലിയവും പോലുള്ള ഏറ്റവും ഭാരക്കുറവുള്ള എലമെൻറ്റുകളാണ്. ആ എലമെൻറ്റുകളാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കണ്ടെത്തലുകളൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണ് ദിമിത്രി മെൻഡലീവ് ഈ ഒരു പോയിൻ്റ് പ്രപ്പോസ് ചെയ്തത്. എത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. മറ്റൊരു കാര്യം കൂടെ പറയാം. അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഒടുവിലായി വരുന്ന എലമെൻ്റ് ഏതാണ്? അതിൻ്റെ ആറ്റോമിക് നമ്പർ 118. അതിൻ്റെ പേര് ഒഗനേസൺ എന്നാണ്. ഒഗനേസൺ വളരെ കുറച്ച് സമയം മാത്രം പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എലമെൻ്റാണ്. ഒരു സെക്കൻഡ് നമ്മൾ എടുക്കുക, ഒരു നിമിഷം. ആ നിമിഷത്തെ നമ്മൾ 1,00,000 ടൈമുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 1,00,000 ഒരു സെക്കൻഡിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഒരു കഷ്ണം, അത് വളരെ ചെറിയൊരു സംഖ്യയാണ്, വളരെ ചെറിയ ഒരു സമയമാണ്. ആ സമയം മാത്രമായിരിക്കും ഈ 118ാമത്തെ എലമെൻറ്റിൻ്റെ ആയുസ്. ഇനി പുതുതായിട്ട് നമ്മളൊരു എലമെൻറ്റിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ മാസ് നമ്പർ മാത്രം എടുത്താൽ മതി. നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന എലമെൻറ്റുകളുടെയൊക്കെ മാസ് നമ്പർ പറയാം. ആ മാസ് നമ്പർ നമ്മൾ പറഞ്ഞ് അതിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം. അതിനുശേഷം പിന്നീട് ആ എലമെൻറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇത് വെറുതെ പറയുക മാത്രമല്ല, അത് അദ്ദേഹം തെളിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ തെളിയിച്ചു? അതാണ് നമ്മുടെ 5ാമത്തെ പോയിൻ്റ്, നമ്മളെ ഞെട്ടിക്കുന്ന 5ാമത്തെ പോയിൻ്റ്. ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന 3 എലമെൻറ്റുകളെ അദ്ദേഹം കൃത്യമായിട്ട് നിർവചിച്ചു. അദ്ദേഹം അതിന് പേരുകൂടി കൊടുത്തിട്ടുണ്ട്. അവയുടെ പേര് ഏക അലൂമിനിയം, ഏക ബോറോൺ, ഏക സിലിക്കൺ. ഇവയുടെയൊക്കെ പ്രോപ്പർട്ടിയും അദ്ദേഹം പറഞ്ഞു. പിന്നീടുള്ള വർഷങ്ങളിൽ ഓരോന്നായിട്ട് മറ്റ് ഗവേഷകർ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 1875 ഗാലിയം കണ്ടുപിടിച്ചു. 1879 സ്കാൻഡിയം കണ്ടുപിടിച്ചു. 1886 ജർമേനിയം കണ്ടുപിടിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന ആ 3 എലമെൻറ്റുകളുടെയും അതേ പ്രോപ്പർട്ടി തന്നെയായിരുന്നു പുതുതായി കണ്ടെത്തിയ ഈ 3 എലമെൻറ്റുകൾക്കും ഉണ്ടായിരുന്നത്. അതിന് അധിക നാളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. വെറും 25 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കണ്ടെത്തലുകൾ നടപ്പിലാക്കാൻ മറ്റ് ഗവേഷകർക്ക് സാധ്യമായി. മെൻഡലീവ് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം അത്ര നല്ലൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു ജെൻറ്റിൽമാൻ ആയിരുന്നില്ല. അദ്ദേഹം ഒരു വിവാഹം ചെയ്തിരുന്നു, അതൊരു തെറ്റല്ല. ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ടായിരുന്നു, അതും ഒരു തെറ്റല്ല. അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ടായിരുന്നു, അതൊട്ടും തെറ്റല്ല. ആ സുഹൃത്തിന് ഒരു അനന്തരവൾ ഉണ്ടായിരുന്നു, അതും ഒട്ടും തെറ്റല്ല. അനന്തരവൾ ഉണ്ടാകാം. പക്ഷേ ആ അനന്തരവളോട് മെൻഡലീവിന് പ്രണയം തോന്നിയിരുന്നു. പ്രണയം തോന്നാം, അതിലും വലിയ തെറ്റൊന്നുമില്ല. മറ്റൊരാളെ വിവാഹം കഴിച്ചാലും വേറൊരു സ്ത്രീയോട് ഒരിഷ്ടം തോന്നുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. അതൊരു പ്രണയമായിട്ട് മാറി. ഓക്കെ, പ്രണയമായിട്ട് മാറാം. പക്ഷേ ആ പെൺകുട്ടിയുടെ പ്രായം വെറും 16 വയസ്സ് മാത്രമാണ്. അദ്ദേഹത്തിന് 42 വയസ്സ് പ്രായമുണ്ട്. അതത്ര ശരിയായിട്ടുള്ള ഒരു പ്രണയമൊന്നുമല്ല. പിന്നീട് ആ പെൺകുട്ടിക്ക് 21 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അത് വലിയ കുഴപ്പമില്ല. പ്രായപൂർത്തിയായല്ലോ, 21 വയസ്സായപ്പോഴാണല്ലോ പ്രപ്പോസ് ചെയ്തത്. പക്ഷേ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത രീതിയായിരുന്നു കൂടുതൽ വിചിത്രമായിരുന്നത്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗവേഷകനിൽ നിന്നും
അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ നമ്മൾ പ്രതീക്ഷിക്കുകയില്ല. അദ്ദേഹം തൻ്റെ ഇഷ്ടം അറിയിച്ചു, തന്നെ പ്രണയിക്കണം, തന്നെ വിവാഹം ചെയ്യണം, അങ്ങനെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രപ്പോസൽ. ആ പെൺകുട്ടി അത് സ്വീകരിച്ചു, അവർ വിവാഹിതരായി. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിന് ആദ്യത്തെ ഭാര്യയുണ്ട്, ആ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. അതൊരു വലിയ തെറ്റാണോ? ഈ കാലഘട്ടത്തിൽ പോലും അങ്ങനെ വിവാഹം ചെയ്യുന്നവരുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുക. പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന റഷ്യയിൽ അത് വലിയൊരു പാപമാണ്. ആ കാലഘട്ടത്തിൽ സഭയ്ക്ക്, ക്രിസ്ത്യൻ സഭയ്ക്ക് വലിയ ഒരു റോള് തന്നെയുണ്ട്. ക്രിസ്ത്യൻ സഭ അതിൽ ഇടപെട്ടു. അത് വലിയ തെറ്റാണ്. ക്രിസ്ത്യൻ സഭയുടെ അന്നത്തെ നിയമം അനുസരിച്ച് ഡൈവോഴ്സ് കഴിഞ്ഞ് 7 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് മറ്റൊരാളെ വിവാഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ഡൈവോഴ്സ് ചെയ്യുന്നതിനും 1 മാസം മുൻപ് തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയെ അയാൾ വിവാഹം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പള്ളി അല്ലെങ്കിൽ സഭ അദ്ദേഹത്തെ വിലക്കി. റഷ്യൻ അക്കാഡമി ഓഫ് സയൻസിൽ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചു. അതായത് ആ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു കെമിസ്റ്റാണ്, ഒരു സയൻറ്റിസ്റ്റാണ്. ആ കെമിസ്റ്റിന് ആ ഒരു അക്കാഡമിയിൽ പ്രവേശനം പോലുമില്ല. തുടർന്ന് കൂടുതൽ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാനായിട്ട് വിചാരണ നടപ്പിലാക്കി. ആ കാലഘട്ടത്തിൽ റഷ്യ എന്ന് പറയുന്നത് സഭ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യമല്ല. സാർ അലക്സാണ്ടർ രണ്ടാമനാണ് ആ കാലഘട്ടത്തിലെ രാജാവ്. പക്ഷേ അദ്ദേഹം വലിയ രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്നില്ല. സഭ കടുത്ത ഭാഷയിൽ തന്നെ സാർ അലക്സാണ്ടർ രണ്ടാമനെ ചോദ്യം ചെയ്തു. എന്തിനാണ് താങ്കൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? അദ്ദേഹത്തിന് ഒരേ സമയം തന്നെ 2 ഭാര്യമാരുണ്ടായിരുന്നു. സാർ അലക്സാണ്ടർ രണ്ടാമൻ്റെ മറുപടി കുറച്ച് രസകരമായിട്ടുള്ളൊരു മറുപടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മെൻ്റലീവിന് 2 ഭാര്യമാർ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഒരൊറ്റ മെൻ്റലീവ് മാത്രമല്ലേ ഉള്ളൂ. മെൻ്റലീവിനോട് അദ്ദേഹത്തിന് അത്രയധികം താല്പര്യമായിരുന്നു. കാരണം അദ്ദേഹം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗവേഷകനായിരുന്നു. മെൻ്റലീവിൻ്റെ ഈ ഒരു കോൺസെപ്റ്റോടുകൂടി, ഈ ഒരു തിയറിയോടുകൂടി, അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളോടുകൂടി നോൺ ആറ്റമിസ്റ്റുകൾ ഇല്ലാതെയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റം ഒരു യാഥാർത്ഥ്യമായിട്ട് മാറി. പക്ഷേ ആറ്റത്തിൻ്റെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ആറ്റം വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണിനെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴും ഈ 2024 ഒരു ഇലക്ട്രോണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നു ഇലക്ട്രോൺ ഉണ്ടെന്ന്. നിങ്ങൾ ഈ കാണുന്ന മൊബൈലിൽ ഈ വീഡിയോ സ്ട്രീം ചെയ്യുന്നത് ഇലക്ട്രോണുകളുടെ സാന്നിധ്യം കാരണമാണ്. ഇവിടെയുള്ള വൈദ്യുതി തരംഗം അത് ഇലക്ട്രോണിൻ്റെ സഞ്ചാരം കാരണമുണ്ടായതാണ്. എന്താണ് ഈ ഇലക്ട്രോൺ? എങ്ങനെയാണ് ആ ഇലക്ട്രോണിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്? കാണാൻ പോലും സാധ്യമായില്ല. എന്നിട്ട് നമ്മൾ ഇലക്ട്രോൺ വിശ്വസിക്കുന്നു. ഇലക്ട്രോൺ ഇല്ല എന്ന് പറയുന്ന ആരുമില്ല. ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല, ഭൂമി പരന്നതാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിലുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ പോലും ഈ ഇലക്ട്രോണിനെ അംഗീകരിക്കുന്നുണ്ട്. ഇലക്ട്രോൺ ഇല്ല എന്ന് പറഞ്ഞു വരുന്ന ആരുമില്ല. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ആറ്റത്തിൻ്റെ ചരിത്രം, ആറ്റത്തിൻ്റെ കണ്ടെത്തലിൻ്റെ ചരിത്രം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ന്യൂക്ലിയസിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതെത്ര പേര് കണ്ടു എന്നൊന്നും ഞാൻ നോക്കുകയില്ല. ഇത് ഒരുപാട് ഡ്യൂറേഷനുള്ള വീഡിയോ ആണ്, അധികം പേരൊന്നും കാണത്തില്ല. ഒരുപാട് പേരിലേക്ക് പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആറ്റം എന്നുള്ള ഒരു പേര് മാത്രം തമ്മിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു ചോദ്യ രൂപത്തിലുള്ള ഒരു കാര്യമൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കുറേയധികം ആളുകൾ, താല്പര്യമുള്ള കുറേയധികം ആളുകൾ കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും തന്നെയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. സമാന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇലക്ട്രോൺസിനെ പരിചയപ്പെടാം.